ഉസ്താദിനെ നീ ഖബറിൽ സന്തോഷിപ്പിക്കണേ അല്ലാഹ്. ഈ നിമിഷം ഉസ്താദ് ഖബറിലാണ്. യാ അല്ലാഹ്, ഉസ്താദിന്റെ മണ്ണറ നീ മണിയറയാക്കണേ അല്ലാഹ്. എല്ലാ സന്തോഷങ്ങളും ഉസ്താദിന് ഖബറിൽ നീ നൽകണേ റഹ്മാനെ. മഗ്ഫിറത്തും മർഹമത്തും നീ നൽകണേ അല്ലാഹ്. ഉസ്താദ് ജീവിതകാലത്ത് ചെയ്ത എല്ലാ നന്മകളും ഞങ്ങളെ പ്രിയപ്പെട്ട ശൈഖുന ഉസ്താദിന്റെ ഖബറിൽ നീ ഒരു നേരം പോക്കാക്കി കൊടുക്കണേ റഹ്മാനെ. തിങ്കളാഴ്ച ദിവസം മരിക്കുന്നവരുടെ മഹത്വം പറയുന്ന ബാബ് എന്ന പേരിൽ ഒരു ബാബ് തന്നെ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു അവിടുത്തെ സഹീഹ് മുസ്ലിമിൽ രേഖപ്പെടുത്തിയതായി നമുക്ക് കാണാൻ കഴിയും. ആ രാവിന് പ്രത്യേകതയുണ്ടായത് കൊണ്ടാണല്ലോ അങ്ങനെ ഒരു ബാബ് തന്നെ സഹീഹുൽ ബുഖാരിയിൽ ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു കൊടുത്തത് എങ്കിൽ അല്ലാഹുവേ, തിങ്കളാഴ്ച ദിവസം മരിക്കുന്നവർക്ക് എന്തെല്ലാം ഗുണങ്ങളുണ്ടോ ആ ഗുണങ്ങൾ മുഴുവനും ഞങ്ങളെ ഉസ്താദിന് ഖബറിൽ നീ നൽകണേ അല്ലാഹ്. ഞങ്ങളെ ഉസ്താദിന് ഖബറിൽ നീ നൽകണേ അല്ലാഹ്. ഞങ്ങളെ ഉസ്താദിന് ഖബറിൽ നീ നൽകണേ അല്ലാഹ്. ഒരു വിഷമമോ ഒരു പ്രയാസമോ ഒരു വേദനയോ ഖബറിൽ നീ നൽകല്ലേ അല്ലാഹ്. ഞങ്ങൾ ഈ മജ്ലിസിൽ വെച്ച് ഓതിയ ഖുർആനുകളും ദിക്റുകളും സ്വലാത്തുകളും ഇനി ചൊല്ലാൻ പോകുന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന പരിശുദ്ധമായ ദിക്റിന്റെ മുന്തിയ മിസ്ല സവാബും എല്ലാം ഞങ്ങൾക്ക് ഇൽമ പഠിപ്പിച്ചു തന്ന, ഞങ്ങളേറെ ഇഷ്ടപ്പെട്ട, ഞങ്ങളെ ഇങ്ങോട്ടും ഇഷ്ടപ്പെട്ട് ഞങ്ങൾക്ക് വേണ്ട ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ തന്ന് കാണുമ്പോഴെല്ലാം ഞങ്ങളോട് പുഞ്ചിരിക്കുന്ന പൂമുഖവുമായി ഞങ്ങളെ സ്വീകരിച്ച ഞങ്ങളെ പ്രിയപ്പെട്ട ഉസ്താദ്, ആ ഉസ്താദിന്റെ ഖബറിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ അല്ലാഹ്. ഉസ്താദിന്റെ മണ്ണറ നീ മണിയറയാക്കണേ അല്ലാഹ്. എല്ലാ സന്തോഷങ്ങളും അല്ലാഹുവേ ഉസ്താദവർക്ക് ഖബറിൽ നീ നൽകണേ റഹ്മാനെ.